ഞാൻ മതനേതൃത്വം എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. സഭാ നേതൃത്വം എന്ന് പറയാൻ എനിക്കൊരു വിഷമം. യേശു വിഭാവനം ചെയ്ത സഭയുടെ നേതൃത്വത്തിലാണ് അവരിയ്ക്കണമെന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ മതനേതൃത്വം ചെയ്തത് എന്താണ്? ഇവർ 21 പേരും യാതൊരു ഉപദ്രവം ചെയ്തിട്ടില്ല. തെറ്റായ കുറ്റങ്ങളാണ് അവരുടെ മേൽ ആരോപിച്ചത്. അച്ഛന്മാർ അവിടെ താമസിക്കുന്നവരുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കി, അവിടെ ഓഫീസ് പ്രവർത്തനം തടസ്സപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞ് നുണകൾ പറഞ്ഞുകൊണ്ടായിരിക്കാം അവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചത്. രാഷ്ട്രീയപരമായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ കീഴിലുള്ള, തങ്ങളുടെ ഒപ്പം പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരായ വൈദികരെ ഈ രീതിയിൽ ഉപദ്രവിക്കുന്നത് വഴി ഇവർ ക്രിസ്തു വിരുദ്ധതയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിയത്. ക്രിസ്തു സ്നേഹമല്ല എന്നതുകൊണ്ട് ഈ മതനേതൃത്വത്തെയും നമ്മൾ വിചാരണയ്ക്ക് വിധേയമാക്കുകയാണ്. അവർക്ക് നേതൃത്വത്തിൽ തുടരാനുള്ള യോഗ്യതയുണ്ടോ എന്നത് നമ്മൾ പരിശോധിച്ചു നോക്കേണ്ടതാണ്. പലപ്പോഴും പലരും ചോദിക്കാറുണ്ട്, എന്താണ് നിങ്ങളുടെ സഭയില്, നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ ഇത്ര പ്രശ്നം? സഭാ നേതൃത്വത്തിന്റെ ഉള്ളിൽ തന്നെ പ്രശ്നം. സഭയുടെ നേതൃത്വത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എതിർക്കുന്നു, വിയോജിക്കുന്നു? എന്റെ ഒറ്റത്തരേ ഉള്ളൂ. യേശു ജനിച്ചു വീഴുന്നത് ഏത് മതത്തിലാണ്? യഹൂദനായിട്ടാണ് ജനിച്ചു വീണത്. യഹൂദ മതത്തിലാണ് അവൻ വളർന്നത്. യഹൂദ അനുഷ്ഠാനങ്ങൾ അവന്റെ മാതാപിതാക്കൾ നിർവഹിച്ചു. അവൻ 30 വർഷം ഇതെല്ലാം കണ്ടു വളർന്നു. ഈ 30 വർഷം കണ്ടു വളർന്നിട്ട് ആ യഹൂദ മതത്തിലെ ഫരിസേയരുണ്ട്, നിയമജ്ഞരുണ്ട്, സദുക്കായരുണ്ട്, മതനേതൃത്വത്തിന്റെ ആൾക്കാരുണ്ട്, സാൻഹെദ്രീൻ സംഘമുണ്ട്, പ്രധാന പുരോഹിതനുണ്ട്, അയ്യപ്പാസുണ്ട്, കയ്യാപ്പാസുണ്ട്, അന്നാപ്പാസുണ്ട്. ഈ മതനേതൃത്വത്തിനെതിരെ താനായിരുന്ന മതത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഉയർത്തിയവനാണ് യേശുവെങ്കില് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 1000 വൈദികരും സന്യസ്തരും തങ്ങളായിരിക്കുന്ന സഭയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ യേശു എടുത്ത നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിനെ പോലെ ആ മതത്തിന്റെ ഉള്ളിലെ ജീർണതയെ തുറന്നു കാട്ടുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ക്രിസ്തുവിനെതിരല്ല, ക്രിസ്തു സ്ഥാപിച്ച സഭയുടെ മുകളിൽ ഇരിക്കുന്നവര് ക്രിസ്തുവിന് നേരെ വിപരീതമായ, ക്രിസ്തുവിന്റെ ചൈതന്യത്തിന് യോജിക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നത് ക്രിസ്തുവിന്റെ വഴിയെ നടക്കേണ്ടവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ക്രിസ്തു എന്തിനാണ് യഹൂദമത നേതൃത്വത്തിനെതിരെ പ്രതികരിച്ചത്? അവന് അനുസരിച്ച് യഹൂദമത നേതൃത്വത്തിന്റെ കീഴില് വിനയാന്വിതനായ കുഞ്ഞാടായിട്ട് ജീവിക്കാമായിരുന്നല്ലോ. അപ്പൊ യേശു യഥാർത്ഥത്തില് അധികാരത്തിന്റെ, ആധിപത്യത്തിന്റെ ഇരയാണ്. ഇവരെല്ലാവരും കൂടിയ തീരുമാനിച്ചത് ഇവനെ കൊന്നുകളയാം. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വചനമുണ്ട്. ഹെറോദീസ് പക്ഷക്കാരും ഫരിസേയരും യേശുവിനെ വധിക്കേണ്ടത് എങ്ങനെയെന്ന് ഗൂഢാലോചന നടത്തി. ഹെറോദീസ് പക്ഷക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാരൻ, ഫരിസേയരെന്ന്